ദിവസം തങ്കമണി സിനിമ ഇറങ്ങുന്നത്. അതെ അതെ. ഞെട്ടിക്കോ? തങ്കമണി എന്തായാലും നല്ല പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. കാരണം ദിലീപേട്ടൻ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമില്ലാണ്ട് ഒരിക്കലും ഇതേപോലെ പ്രൊമോഷൻ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും നല്ലൊരു പിന്നെ ഒരു റിയൽ സ്റ്റോറിയും കൂടിയാണല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു എഫക്റ്റ് എന്തായാലും ആ സിനിമയ്ക്കും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒരുപാട് പ്രൊമോഷൻ നടക്കുന്നുണ്ട്. അതെ, പടങ്ങൾ അത്ര ഓടിയില്ല. അതെന്ന് വെച്ചാൽ പ്രൊമോഷൻ എന്തായാലും ചെയ്യുന്നത് നല്ലതാണല്ലോ. കാരണം നല്ല കൂടുതൽ റീച്ച് കിട്ടുള്ളൂ, ആൾക്കാരിലോട്ട് എത്രയെങ്കിലും പ്രൊമോഷൻ ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ ഈ ഇങ്ങനത്തെ റേഞ്ചിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിനിമയിൽ ഒന്നുമില്ലാണ്ട് പ്രൊമോട്ട് ചെയ്യില്ലായിരുന്നു. എന്തായാലും ഗംഭീരമാണ്. നല്ല പടമായിരിക്കും. റിയൽ ഇൻസിഡൻറ്റ് ബേസ്ഡ് ആണ്. പിന്നെ അതിൽ അവസാനത്തെ മേക്കപ്പ് ഒന്നും അർത്ഥം തന്നെ തോന്നിയില്ല. പക്ഷേ റിയലിസ്റ്റിക് നടന്ന കാര്യമാണ്. പിന്നെ എടുത്തു പറയാം, നീത്ത പിള്ളയെ നടൻ റോളാണ് ചെയ്യുന്നത്. നല്ല പടമാവട്ടെ. ദിലീപേട്ടന് തിരിച്ചു വരവാവട്ടെ. ദിലീപേട്ടൻ്റെ അടുത്ത കാലത്ത് കുറേ പടം ഫ്ലോപ്പായി. ഇപ്പോൾ തിരിച്ചു വരവാവട്ടെ. ഇനി പുള്ളിയുടെ പടങ്ങൾ വരുന്നുണ്ട്. പവി കേട്ടൊക്കെ വന്നത് നല്ല കോമഡി ഫിലിമൊക്കെയാണ്. ഇതുകൊണ്ട് ഇങ്ങനെ സീരിയസ് മൂവിയെക്കാട്ടും കോമഡി മൂവീസ് ചെയ്യാനാണ് ദിലീപ് ഏറ്റവും വന്നായിരുന്നു. തങ്കമണി പണ്ട് ഇതേപോലെ സിനിമ വന്നിട്ടുണ്ട്, പക്ഷേ അത് വേറെ ടോപ്പിക്കാണ്. നടന്ന സംഭവമാണ്, ട്രൂ ഇൻസിഡൻ്റാണ്, റിയലിസ്റ്റിക് മൂവിയാണ്. വലിയ ഹിറ്റാവട്ടെ, ബോക്സ് ഓഫീസ് ഹിറ്റാവട്ടെ, ദിലീപേട്ടന് തിരിച്ചു വരവാവട്ടെ. കഴിഞ്ഞ പടങ്ങൾ അത്ര ഓടിയില്ല. ഒരുപാട് പ്രൊമോഷൻ നടത്തുന്നുണ്ട്. പടം നല്ലതാണ് കൂടും, സംശയമില്ല. രാമലീല ഓടിയില്ലേ? രാമലീല വക്കീല ഓടിയില്ല. നല്ല പടമാണ് ഓടിയില്ലേ? രാമലീല ഓടിയില്ലേ? എന്തായാലും വലിയ ഹിറ്റാവട്ടെ, ദിലീപേട്ടൻ തിരിച്ചു വരവാവട്ടെ. അപ്പോൾ അടുത്ത ദിവസം തങ്കമണി ഇറങ്ങുവാണ്. ദിലീപേട്ടൻ നമ്മളെ ഞെട്ടിക്കോ? ദിലീപേട്ടൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ദിലീപേട്ടൻ്റെ ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട് മലയാളത്തിൽ. ഇപ്പോഴും മലയാള സിനിമയിൽ മിസ് ചെയ്യുന്ന പടങ്ങൾ ദിലീപ് ടൈപ്പ് ഫിലിംസാണ്. അത് എനിക്ക് തോന്നുന്നു വേറൊരു നടനെ അനുകരിക്കാൻ പറ്റാത്തൊരു ജോണർ ദിലീപേട്ടനുണ്ട്. അതുപോലെ പ്രേക്ഷകരും ഉണ്ട്. ഈ തങ്കമണി എന്ന് പറയുന്നത് റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ഉദ്ദേശിക്കുന്ന റേഞ്ച് അല്ല ആ രീതിയിലായിരിക്കില്ല ദിലീപിനെ പ്ലേസ് ചെയ്തേക്കണത്. റിയൽ ലൈഫ് ഇൻസിഡൻസിൻ്റെ കാര്യങ്ങൾ ഒട്ടും ചോരാതെ തന്നെയാണ് പടം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഡയറക്ടർ പറഞ്ഞത് രതീഷ് രഘുനന്ദനാണ് ഡയറക്ടർ. ഉടൽ എന്ന ഒരു അടിപൊളി പടമാണ് ഉടൽ. ഉടലിൻ്റെ ഡയറക്ടറാണ് രതീഷ് രഘുനന്ദൻ. അപ്പോൾ അയാളുടെ രണ്ടാമത്തെ സിനിമയാണ് ഈ തങ്കമണി എന്ന് പറയുന്നത്. അപ്പോൾ പ്രതീക്ഷ ഒരുപാടുണ്ട്. കാരണം ദിലീപിൻ്റെ നേരത്തെ 1-2 പടങ്ങൾ ഇറങ്ങിയാൽ തന്നെ അതൊരു വമ്പ ഹിറ്റോ ഒന്നും ആയിരുന്നില്ല. ഒരു ആവറേജ് ലെവൽ ഹിറ്റിൽ പോയ പടങ്ങളാണ്. പക്ഷേ തങ്കമണിയിൽ പ്രതീക്ഷകൾ ഒരുപാട് ഉണ്ടെന്ന് പറയാൻ കാരണം ഒരു കാലഘട്ടത്തിൻ്റെ സിനിമയാണ്. അതിൽ അത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. കാരണം ഒരു ഇത്ര ഏക്കറിൽ തന്നെ സെറ്റ് ഇട്ടിട്ടാണ് പടം ഷൂട്ട് ചെയ്തേക്കണത്.